ഹായ്, സ്വീറ്റ് പൊട്ടാറ്റോ റൈസ് ബോൾ. ഇത് മധുരക്കിഴങ്ങും അരിയും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഞാൻ ആദ്യം എടുത്തത് കുറച്ച് മധുരക്കിഴങ്ങാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വേവിപ്പിച്ചെടുത്തു. അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തു, പിന്നെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തു. പിന്നെ 2-3 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിടാം. അതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതിന് മുകളിൽ പാത്രം വയ്ക്കാം. ഇനി നമുക്ക് ആ അരിയുള്ള ഒന്ന് പരത്തിയെടുക്കണം. അതിലേക്ക് നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടണ്ട, ചുറ്റുപാടൊന്ന് ഉരുട്ടി മേലെ ചെറിയൊരു ഹോളാക്കി എടുക്കണം. മേലെ ഹോൾ പോലെയാക്കി അവിടെ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്കിനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മുട്ട ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയുള്ള കുഴിയാണ് വേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഹോൾസ് ഇല്ലാണ്ട് ഒരു റൗണ്ട് ആക്കിയ ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട അധികം ഒഴിച്ചു കൊടുക്കരുത്. അധികം ഒഴിച്ചു കൊടുത്താൽ പുറത്ത് പോകും. അതുകൊണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് സാവധാനം അത് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കണം. വേറെ സ്ഥലത്തൊന്നും ഹോൾസൊന്നും ഇല്ലാണ്ട് ഒന്നാക്കി വെച്ച് അതുപോലെ തന്നെ രണ്ടാമതൊന്ന് പരത്തിയെടുക്കാം. അതിലേക്ക് നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. മുകളിലൊരു ഹോളാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം. സാധാരണ മുട്ട ഒഴിച്ച് ഒന്ന് മടക്കിയെടുക്കാം. ഇത് എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഇതിൽ ആവി വരുന്നുണ്ട്. ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇതെടുത്ത് നമുക്ക് ഈ പാത്രത്തിലിടാം. ഈ ആവിയിൽ ഇതൊന്ന് വെന്ത് കൊള്ളും. ഒന്ന് പൊട്ടിപ്പാലെടുക്കണം. പൊട്ടിപ്പാൽ മുട്ട പുറത്താവും. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് റൈസ് ബോൾ റെഡി ആയിട്ടുണ്ട്. കുഴക്കട്ട എന്നെല്ലാം പറയുന്ന പോലെ കുഴക്കട്ടയല്ല, അതിൽ വേറെ ടൈപ്പിൽ. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ വല്ലതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സ്വീറ്റ് പൊട്ടാറ്റോ റൈസ് ബോൾ ആവിയിലായതുകൊണ്ട് വേഗം വെന്ത് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്തത്. ഇതിൻ്റെ മസാല വേണ്ടിക്കുന്നതൊക്കെ വേറെയും ഉപയോഗിക്കാം. നമ്മൾ കുഴപ്പമില്ല. പോലെ ഇത് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.